വയനാട്ടിലെ മുണ്ടക്കൈയിലേക്കാണ് തത്സമയം സുജു ടി ബാബു ചേരുന്നുണ്ട്. മുണ്ടക്കൈയിൽ നിന്നും സുജു ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. എങ്ങനെയാണ് ചൂരൽമലയിലെയും ഒപ്പം മുണ്ടക്കൈയിലെയും ഈ മണിക്കൂറുകളിലെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? വിനിഷ, നമ്മളിപ്പോഴുള്ള മുണ്ടക്കൈ ഭാഗത്താണ്. ഇവിടെ നിന്നാണ് നമ്മുടെ റിപ്പോർട്ടർ വിജിൻ രാവിലെ ദൃശ്യങ്ങൾ അയച്ചത്, റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു സ്ഥലത്തിൻ്റെ തിരച്ചിൽ ഇവിടെ തുടരുകയാണ്. ആദ്യം ആ തിരച്ചിലിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ട ശേഷം ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകരുണ്ട്, അതുപോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുണ്ട്. നമുക്ക് രണ്ടുപേരോടും സംസാരിക്കാവുന്നതാണ്. ആദ്യം ആ ദൃശ്യങ്ങൾ ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. വലിയ JCB അതിൻ്റെ ബക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് പൊക്കിയെടുക്കുന്ന വലിയ കല്ല് കാണുമ്പോൾ അറിയാം എത്രമാത്രം വലിയ ഒരു അപകടമാണ് ഈ മുണ്ടക്കൈ ഭാഗത്ത് ഉണ്ടായത്. കണ്ടോ, ആ JCBയുടെ ആദ്യം JCB അവിടെ എത്തില്ലായിരുന്നു. ഇപ്പോൾ കാണുന്ന JCB ഉപയോഗിച്ചുകൊണ്ട് വഴി സൃഷ്ടിച്ചാണ് അങ്ങോട്ട് പോയിരുന്നത്. രാവിലെ വിജിൻ ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്ന പ്രത്യേകം ഒരു കാര്യമാണ്, ഈ ഏരിയയിൽ ഇപ്പോഴും മനുഷ്യ ശരീരം മണ്ണിനടിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അത്തരത്തിലുള്ള ദുർഗന്ധം ആ മേഖലയിൽ വമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവിടെ മനുഷ്യ മൃതദേഹങ്ങൾ അതിനിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തന്നെ. വലിയ ചെളിയാണ്. നമുക്ക് ആ JCB ബക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ കല്ലെടുക്കാൻ ഒരു വലിയ കഷ്ടപ്പാട് തന്നെയാണ് അതിൻ്റെ ഓപ്പറേറ്റർ നടത്തുന്നത്. ആ ചെളിയിൽ ആ വലിയ പാറക്കല്ല് നമുക്ക് ഒരുപക്ഷെ ടെലിവിഷൻ ദൃശ്യങ്ങളിൽ അത് മനസ്സിലാകില്ലായിരിക്കാം. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു 2 ആൾ പൊക്കമുള്ള പാറക്കല്ലുകളുണ്ട്, വലിയ വെയിറ്റുള്ള അത്തരം അതിലാണ് ശ്രമം നടത്തുന്നത്. ഇവിടെ നേരിട്ടിറങ്ങി ഈ മണ്ണിലിറങ്ങി പരിശോധന നടത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, നമ്മൾ രാവിലെ എത്തി പരിശോധന ആരംഭിച്ച ആ ഒരു ഘട്ടം മുതലൊന്ന് പുതിയതായിട്ട് പ്രഷർ കൂടി ഒന്ന് വിവരിക്കും. രാവിലെ നമ്മളോട് ഇറങ്ങിയിട്ട് ഇവിടുന്ന് കാണാൻ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചെളിയാണ്. അങ്ങനെ ഇവിടെ അവിടെ പോയിട്ട് വേണം ഒരു അലമാരയും ഒരു ഗ്യാസ് സിലിണ്ടർ നമുക്ക് എടുക്കാൻ പറ്റി. ഇപ്പോൾ തുണികൾ, പിന്നെ നാണയത്തുട്ടെല്ലാം കിട്ടിയായിരുന്നു. പിന്നെ അലമാര കിട്ടി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് JCB ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നത്. JCB വന്നിട്ട് വർക്ക് ചെയ്യാണ്ട് കല്ലിട്ട് അടുക്കിയിട്ടാണ് താഴോട്ട് വന്നത്. ആ ഒരു ഭാഗത്തെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് രാവിലെ. ഇത് മനസ്സിലായി. നമ്മുടെ ഒരു നിഗമനം, ഇനിയും കൂടുതൽ ആളുകൾ ഇതിൻ്റെ അടിയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നല്ലേ? കാരണം വെച്ചാൽ മുണ്ടക്കൈ മേളിൽ കാണല്ലോ, നിങ്ങൾക്ക് UP സ്കൂൾ കാണാമല്ലോ. അവിടെ ഒരു തൊഴിലാളി ലയങ്ങൾ 7ഓളം തൊഴിലാളി ലയങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട്. അതിൽ അവർ 40ഓളം തൊഴിലാളികൾ താമസിച്ചിരുന്നാണ് പറഞ്ഞിരുന്നത്. അതിനാണ് ഇവിടെ തന്നെ അവർ കാണാൻ സാധ്യത കൂടുതൽ. ദിനേശ്, ഇത് പറയുമ്പോൾ ഇവർ വിശ്രമിക്കുകയല്ല, പകരം ഇവർക്ക് അവിടെ രാവിലെ ഇറങ്ങി പ്രാഥമിക തിരച്ചിൽ നടത്തി, പ്രാഥമികമായിട്ടല്ല വളരെ ആഴത്തിൽ തിരച്ചിൽ നടത്തുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ റിപ്പോർട്ടർ വിജിനും ക്യാമറമാൻ സജുവും എത്തിച്ചിരുന്നു. അവർ കുത്തി പരിശോധന നടത്തുന്നു. അവിടെ ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ മനുഷ്യർക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ആ സാഹചര്യത്തിലാണ് JCB ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്തുന്നത്. ഇത് വലിയ ദുർഗുണം പിടിച്ച ഒരു പരിശോധന തന്നെയാണ്, സ്ഥലമാണ്. ഇപ്പോൾ നമ്മുടെ ഒപ്പം സംസാരിച്ച സാറിൻ്റെ പേര് രാജേഷ് സാർ സൂചിപ്പിച്ച പോലെ തന്നെ അപ്പുറത്ത് മുണ്ടക്കൈ UP സ്കൂൾ, ഗവൺമെന്റിലെ UP സ്കൂൾ കാണാം. അതിൻ്റെ അപ്പുറത്ത് 40ഓളം തൊഴിലാളികൾ അവിടെ താമസിച്ചിരുന്നതാണ്. പലരെയും ഇപ്പോഴും കാണാനില്ല. അത്തരം പ്രാദേശികമായ വിവരങ്ങൾ ലഭ്യമാക്കിയത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, സേനാ വിഭാഗങ്ങൾ, നമ്മുടെ സമീപത്ത് തന്നെ ഇന്ത്യൻ ആർമിയുടെ ആളുകൾ, അതായത് ആ ദൃശ്യങ്ങളിൽ കൂടെ പോകാം, ഇന്ത്യൻ ആർമിയുടെ ഉദ്യോഗസ്ഥർ അവരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. അങ്ങനെ ഇവരെല്ലാം വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുകയാണ്. ഈ ഒരു ഭാഗം ഇനിയും ആ ദൃശ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവിടെ ഈ JCB ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുന്ന ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കൂടെ ഒപ്പം ജീവിച്ചിരുന്നവർ, ഇന്നലെ വരെ സന്തോഷത്തോടെ കഴിഞ്ഞവർ, അവരിൽ ആരെങ്കിലും അടിയിലുണ്ടോ എന്നുള്ള സാധ്യത വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുമ്പോഴും വളരെ വേഗത്തിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അതീവ ദുഃഖകരമാണ് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ. ആ ഒരു ആളുകളുടെ സാധ്യത അവർ നോക്കുകയാണ്. നമുക്കങ്ങനെ 150-ലധികം ആളുകളെ കാണാനില്ലെന്ന് പറയുമ്പോൾ അവരെ ഉപേക്ഷിച്ച് പോകാൻ സാധ്യമല്ല. അവർക്കായുള്ള തിരച്ചിൽ നടത്തുകയാണ്. രാവിലെ മുതൽ തന്നെ ഇവിടെ സ്ഥലത്തുള്ള ഒരു സന്നദ്ധ സേവകൻ കൂടെ ചേരുകയാണ്, AYFൻ്റെ പ്രവർത്തകനാണ്. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് വിശദീകരിക്കുക. ഇവിടെ രാവിലെ മുതൽ നമ്മൾ ഇവിടെ 8 മണിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടർ, അതുപോലെ അലമാര, അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇപ്പോൾ JCB ഉപയോഗിച്ച് ഫയർ റെസ്ക്യൂ ടീം ഇവിടേക്ക് വരാനുള്ള വഴി ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ പ്രദേശത്ത് സെർച്ച് നടത്തുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ആ പാറക്കൂട്ടങ്ങളുടെ ഇടകളിലൊക്കെ രാവിലെയൊക്കെ നല്ല രീതിയിൽ ദുർഗന്ധം ഗമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും JCBയുടെ എത്തിയാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇവിടെ എല്ലാ ആളുകളും വെയിറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അതായത് സാർ, എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് JCB എത്തിയ ശേഷം കടന്നു ചെല്ലാൻ പറ്റുമെങ്കിൽ ചെല്ലാൻ വേണ്ടി തന്നെയല്ലേ? നിങ്ങൾ നേരത്തെ കണ്ടില്ലേ അലമാര വയ്ക്കുന്ന ഭാഗമല്ലേ, അവിടെ മിക്കവാറും നല്ല സ്മെല്ലുണ്ടായിരുന്നു രാവിലെ നോക്കുമ്പോൾ. നമ്മൾ അവിടെ രാവിലെ വരെ പോകാൻ പറ്റിയിരുന്നു. കാരണം ചെളിയിലൂടെ നമ്മൾ ഇതുവഴി പോയിട്ട് കമ്പ് വെച്ച് കുത്തി നോക്കി നല്ല സ്മെല്ലുണ്ടായിരുന്നു. അവിടെ ഉറപ്പായിട്ടും മനുഷ്യ സാന്നിധ്യം കാണും.
നമ്മളിപ്പം നമ്മൾ കാത്തു നിൽക്കുന്നതും JCBയോട് JCB കല്ലിട്ടതിന് ശേഷമേ ഇങ്ങോട്ട് താഴോട്ട് വരാൻ പറ്റുള്ളൂ. ഇപ്പം നടക്കുന്ന JCB കല്ലിട്ട് അതിന് JCBക്ക് വഴി ഒരുക്കുക. അതെ അതെ അതെ, കുറെ കൂടെ താഴോട്ട് വന്നാൽ മാത്രമേ ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. വിനീഷ, അതാണ് ഇപ്പോൾ ക്യാമറ എനിക്ക് JCB ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും പറയുന്നത്. അവിടെ JCB തന്നെ വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ വലിയ കല്ലുകൾ ഇട്ട് JCB തന്നെ അവിടെ ഒരു വഴി സൃഷ്ടിച്ചുകൊണ്ട് അവിടെ പരിശോധന നടത്തുകയാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെ JCB വന്ന ശേഷം കൂടുതൽ ഇടങ്ങളിലേക്ക് ചെളി മാറ്റി പരിശോധന സാധ്യമാവുകയാണെങ്കിൽ എനിക്ക് നമ്മൾ തയ്യാറായി നിൽക്കും, നമ്മളിവിടെ ആ പരിശോധനയ്ക്കായി ഇറങ്ങും അല്ലേ? അതെ, അതായത് ആ ദൃശ്യങ്ങളിലൂടെ ഒന്ന് ക്യാമറമാൻ ഒന്ന് ചുറ്റും കാണിക്കാവുന്നതാണ്. ഈ തയ്യാറായി നിൽക്കുന്ന സന്നദ്ധ പുറകിലായിട്ടുള്ള ആളുകളെ കൂടി ഒന്ന് ഇപ്പോൾ കാണിക്കുന്നതാണ്. അത് വലിയൊരു സംഘമാണ് ഇവിടെ സന്നദ്ധ പ്രവർത്തകർ, ഇന്ത്യൻ ആർമി, ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ. നമുക്ക് രാവിലെ എടുത്തു പറയേണ്ടതാണ്, അവർ രാവിലെ എത്തി ഈ സ്ഥലത്തേക്ക് അധികം ആളുകൾക്ക് എത്തുക എളുപ്പമല്ല. അത്തരമൊരു സ്ഥലത്താണ് ഫയർഫോഴ്സോടെ എത്തി അവർ നടത്തുന്ന ഒരു വലിയ സേവനം. അതിനോടൊപ്പം സന്നദ്ധ പ്രവർത്തനമുണ്ട്. ഇവരെല്ലാം കാത്തിരിക്കുന്നത് ഈ JCB എത്തി കൂടുതൽ സ്ഥലത്തേക്ക് ചെളി മാറ്റിയാൽ ഇവർക്കൂടെ ഇറങ്ങി പരിശോധന നടത്താൻ സാധ്യമാകും. അങ്ങനെ ഒരു പരിശോധനയ്ക്കായാണ് ഈ ഉദ്യോഗസ്ഥരും ഈ നമുക്ക് ഒരു ഒറ്റ വാക്കിൽ വിശേഷിപ്പിച്ചാൽ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്ന നമ്മുടെ സേന എന്ന് പറയാം. അതിൽ സൈന്യമായിക്കോട്ടെ, ഫയർഫോഴ്സ് ആയിക്കോട്ടെ, NDRF ആയിക്കോട്ടെ, ഈ സന്നദ്ധ പ്രവർത്തകരാകാം, ഇവരെല്ലാം ഒറ്റ വാക്കിൽ നമുക്ക് ആദ്യ ദിവസത്തെ ഒരു ദൃശ്യമുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവർ ആ നൂൽപ്പാലത്തോടെ പോയി ആളുകളെ രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മുടെ സേന എന്ന് പറയാം. അങ്ങനെ നമ്മുടെ ഈ സേന മൊത്തത്തിൽ അവർ കാത്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ അവർക്കിപ്പോഴും പ്രതീക്ഷ പുലർത്തുന്ന, അതായത് അവിടെ ഒരു അലമാരി കാണാം, അവിടെ മറ്റ് വീട്ടുപകരണങ്ങൾ, ചില ഡയറി കുറിപ്പുകൾ ഒക്കെ അവശേഷിക്കുന്നുണ്ട്. അതിൻ്റെ സൂചന എന്ന് പറയുന്നത് അവിടേക്ക് ഒരുപക്ഷെ ഈ വീട് ഇടിഞ്ഞു വീണതിരിക്കാം. ഇവിടെ കൂടുതൽ വീടുകളുള്ളൊരു പ്രദേശമായിരുന്നു തോന്നില്ലേ? അതിന് മുന്നിലൊരു വീടുണ്ടെന്നാ ഞാൻ JCB തൊട്ട് മുന്നിലായിട്ടൊരു വീടുണ്ടായിരുന്നു പറയുന്നു. പിന്നെ മേളിലുള്ള ലേയങ്ങൾ കാണുന്ന UP സ്കൂളിൻ്റെ അടുത്ത് അവിടെയുള്ള വീടുകൾ ഈ ഭാഗം. ഈ വീടുണ്ടാകുന്ന തോന്നിക്കുന്ന തരത്തിലുള്ള കോൺക്രീറ്റ് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? അതെ അതെ, കിട്ടിയിട്ടുണ്ട്. അവിടെ കോൺക്രീറ്റിൻ്റെ ഭാഗമുണ്ട്. അവിടെ കാണുന്ന കോൺക്രീറ്റ് ആണ് അത് അല്ല, തൊട്ട് കുറച്ച് ആ ഒരു മരത്തടി ഉണ്ടോ അതിനിപ്പുറത്ത് ഉണ്ടോ കോൺക്രീറ്റ് തൂണാണ്. അതായത് വിനീഷ, ഇപ്പോൾ ആ JCBയുടെ സമീപത്തൊരു കോൺക്രീറ്റ് തൂണ് കാണാം. അതിൻ്റെ അർത്ഥം അവിടെ ഒരു വീടുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത്. അവിടെ നിന്ന് രാവിലെ സ്മെല്ല് അത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ അവിടെ കേന്ദ്രീകരിച്ച പരിശോധന പുരോഗമിക്കുന്നത്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിലേക്കൊന്ന് വലിയൊരു വൈഡ് ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ചുറ്റുപാടും ഈ സ്ഥലം കൂടെ ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. അങ്ങേ നമ്മുടെ വലതുവശത്തിലേക്ക് പോകുമ്പോൾ അങ്ങ് ദൂരെയും JCB ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന കാണാം. അവിടെയൊക്കെ ചില വീടുകളുടെയൊക്കെ ഭാഗികമായി തകർന്ന വീടുകൾ. സ്വാഭാവികമായി നമുക്കറിയാം, ഇത്തരം സ്ഥലങ്ങളിൽ എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിക്കുന്ന സാധാരണ ഒരു 4, 5, 6 വീട്, 12 വീടൊക്കെ ഒരുമിച്ചായിരിക്കും. അങ്ങനെയെങ്കിൽ അതിന് മുമ്പിലൊക്കെ ഉണ്ടായിരുന്ന വീടുകൾ തകർന്നു പോയതായിരിക്കാം. ഈ സ്ഥലത്തുകളിലോട്ട് പോകുമ്പോൾ വലിയ പാറക്കല്ലുകൾ, നമ്മൾ സാധാരണ ഒരു ക്രഷർ യൂണിറ്റിലെത്തിയാൽ എങ്ങനെയാണോ ഈ വലിയ പാറക്കല്ലുകൾ പൊട്ടിച്ചിടുന്നത്, അതിന് സമാനമായ രീതിയിലാണ്. അതിൻ്റെ പിന്നെയും ദൃശ്യങ്ങൾ ഇടത് സൈഡിലേക്ക് വരുമ്പോൾ ഒരു വലിയ മൺകൂനയുണ്ട്. നമുക്കതിലേക്ക് ഉടൻ തന്നെ ദൃശ്യങ്ങൾ ക്യാമറാമാൻ അഖിലേഷ് കുടുംബൻ ആ ദൃശ്യങ്ങളിലേക്ക് എത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. അഖിലേഷാണ് ദൃശ്യങ്ങൾ ഇപ്പോൾ പകർത്തുന്നത്. ആ വലിയൊരു മൺകൂന നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അവിടെയൊക്കെ ഒരുപക്ഷെ സാറേ ആ മൺകൂനയെ കാണുമ്പോൾ അവിടെ തേയിലത്തോട്ടം പോയാണ്. തേയിലത്തോട്ടമായിരുന്നു. അതെ അതെ, അതാണ് വിനീഷ, ആ മൺകൂന തേയിലത്തോട്ടമായിരുന്നു. അവിടുന്ന് തേയിലകൾ പോയതാകാമെന്നാണ് ഈ ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവെക്കുന്ന ഒരു കാര്യം. അതെ, നമുക്ക് ഇതിൻ്റെ കാണുമ്പോൾ ഈ കല്ലുകൾ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വലിയ ഒരു ദുരന്തത്തിൻ്റെ ആഘാതം. അവിടേക്ക് മനുഷ്യരെ കൊണ്ട് സാധ്യമാകുന്ന തരത്തിൽ തിരച്ചിൽ തുടരുകയാണ്. രക്ഷാപ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ ഇനിയും ഒരു ജീവൻ്റെ സാധ്യതയൊക്കെ വളരെ വിരളമാണ്. എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. നമ്മോടൊപ്പം ജീവിച്ചവർ, അവർ 150-ലധികം ആളുകളെ കാണാനില്ല എന്ന് പറയുമ്പോൾ അവരെവിടെ പോയി. ശരി സുജുവിലേക്ക് തന്നെ മടങ്ങി വരാം. വലിയ തരത്തിലുള്ള കാഴ്ചകൾ, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില മേഖലകൾ, ചില ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ സുജു ടി ബാബുവും അഖിലേഷും നമുക്ക് മുന്നിൽ കാണിക്കുന്നുണ്ട്. വലിയ തരത്തിൽ, അതായത് ഒരു വീട്ടിൽ നിന്നും അലമാര ഉൾപ്പെടെ ഒഴുകി വന്നിരിക്കുന്നു. അവിടെ ഒരു വീട് ഉണ്ടായിരുന്നതിൻ്റെ യാതൊരു സൂചനകളുമില്ല. തൊട്ടപ്പുറത്ത തേയിലത്തോട്ടത്തിൻ്റെ കുന്നുകൾ എല്ലാം വലിയ തരത്തിൽ ഒരു ദുരന്തത്തിൻ്റെ ആ വ്യാപ്തി, അതിൻ്റെ തീവ്രത നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്.